നമസ്കാരം. മിഡ് ഈസ്റ്റ് അവർ തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. ഉഭയകക്ഷി സൗഹൃദം ശക്തിപ്പെടുത്താൻ കുവൈത്തും ഇറാഖും സഹകരണ കരാറിൽ ഒപ്പുവച്ചു. തന്ത്രപ്രധാന മേഖലകളിൽ സഹകരണം ഉറപ്പാക്കുന്ന കരാർ ഒപ്പുവച്ചത് വിദേശകാര്യമന്ത്രിമാർ. സൗദി ഈജിപ്ത് സമുദ്രാതിർത്തി കരാറിന് ഈജിപ്ത് മന്ത്രിസഭയുടെ അംഗീകാരം. കുവൈത്തിൽ അനധികൃത താമസക്കാർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതം. പരിശോധനയിൽ പിടിയിലായത് 260 പേർ. ഇന്ന് നടന്നത് പുതിയ ആഭ്യന്തരമന്ത്രിക്ക് കീഴിലെ രണ്ടാം പരിശോധന. തിരിച്ചറിയൽ രേഖകളില്ലാതെ പുറത്തിറങ്ങരുതെന്ന നിർദ്ദേശം. വിശദമായ വാർത്തകളിലേക്ക്. ഉഭയകക്ഷി സൗഹൃദം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കുവൈറ്റും ഇറാഖും തമ്മിൽ സഹകരണ കരാറിൽ ഒപ്പുവച്ചു. തന്ത്രപ്രധാന മേഖലകളിൽ പരസ്പര സഹകരണം ഉറപ്പാക്കുന്ന കരാറിൽ ഇരു രാജ്യങ്ങളിലെയും വിദേശകാര്യമന്ത്രിമാരാണ് ഒപ്പുവച്ചത്. ബഗ്ദാദിൽ നടന്ന 6ാമത് മന്ത്രിതല യോഗത്തിലാണ് അയൽരാജ്യങ്ങൾ തമ്മിൽ പരസ്പര സഹകരണം സംബന്ധിച്ച ധാരണയിലെത്തിയത്. കുവൈത്തിനെ പ്രതിനിധാനം ചെയ്ത് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് സബാഹ് ഖാലിദ് അൽ ഹമദ് അസബാഹും ഇറാഖ് വിദേശകാര്യമന്ത്രി ഡോക്ടർ ഇബ്രാഹിം അൽ അഷേഖർ അൽ ജഅഫരിയുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. സാംസ്കാരികം, വ്യവസായം, സുരക്ഷ, വ്യോമയാനം എന്നീ രംഗങ്ങളിൽ സഹകരണം ഉറപ്പു നൽകുന്നതാണ് കരാറുകൾ. ഇതോടെ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സഹകരണ കരാറുകളുടെ എണ്ണം 49ആയി. കുവൈത്ത് എണ്ണമന്ത്രി ഇസാം അൽ മർസൂഖും ഇറാഖ് പെട്രോളിയം മന്ത്രി ജബ്ബാർ അൽ ഒയ്ബിയും തമ്മിൽ വ്യാഴാഴ്ച നടത്തിയ ചർച്ചയിൽ ഇറാഖിൽ നിന്ന് പ്രതിദിനം 200 മില്യൺ ഖനഅടി പ്രകൃതിവാതകം ഇറക്കുമതി ചെയ്യാനും ധാരണയായി. അതിനിടെ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ അതിർത്തി പുനർനിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് ഇറാഖ് വിദേശകാര്യ അണ്ടർ സെക്രട്ടറി ഉമർ അൽ ബർസഞ്ചി പറഞ്ഞു. ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിലാണ് ഇറാഖ് കുവൈത്ത് അതിർത്തി പുനഃക്രമീകരണത്തിനുള്ള രൂപരേഖ തയ്യാറാക്കിയത്. മീഡിയ 1, കുവൈറ്റ് സിറ്റി. കുവൈത്തിൽ അനധികൃത താമസക്കാർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമാക്കി. ആഭ്യന്തര മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ലഫ്റ്റനന്റ് ജനറൽ സുലൈമാൻ ഫഹദ് അൽ ഫഹദിന്റെ നിർദ്ദേശപ്രകാരം അഹമ്മദി ഗവർണറേറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന പരിശോധനയിൽ 260 പേർ പിടിയിലായി. വിദേശികൾ തിങ്ങിപ്പാർക്കുന്ന മഹബൂലയിൽ നിന്ന് 160 പേരും ദഹ്റിൽ നിന്ന് 100 പേരുമാണ് കഴിഞ്ഞ ദിവസം പിടിയിലായത്. സിവിൽ, ക്രിമിനൽ കേസുകളിലെ പ്രതികൾ, സ്പോൺസറിൽ നിന്ന് ഒളിച്ചോടിയവർ, മയക്കുമരുന്ന് വിൽപ്പനയിൽ ഏർപ്പെട്ടവർ, ഇഖാമ കാലാവധി കഴിഞ്ഞവർ, തിരിച്ചറിയൽ രേഖകൾ കൈവശമില്ലാത്തവർ എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പരിശോധനാ ക്യാമ്പയിന്റെ ഭാഗമായി 94 ട്രാഫിക് നിയമലംഘനങ്ങൾ രേഖപ്പെടുത്തുകയും 6 വാഹനങ്ങൾ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. സർവ്വസന്നാഹങ്ങളുമായി എത്തിയ പോലീസ് പ്രദേശങ്ങളിലേക്കുള്ള എല്ലാ വഴികളും ഉപരോധിച്ച ശേഷം മിന്നൽ പരിശോധന നടത്തുകയായിരുന്നു. കാൽനടക്കാരെയും വാഹനത്തിൽ പോകുന്നവരെയും തടഞ്ഞു നിർത്തി പരിശോധിച്ച പോലീസ് സംശയമുള്ള കെട്ടിടങ്ങളിലും റെയ്ഡ് നടത്തി. ആദ്യഘട്ടത്തിൽ 100 കണക്കിന് പേരെ കസ്റ്റഡിയിലെടുത്തെങ്കിലും സൂക്ഷ്മ പരിശോധനയ്ക്കൊടുവിൽ കുറ്റവാളികളുടെയും ഇഖാമ തീർന്നവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി ബാക്കിയുള്ളവരെ വിട്ടയച്ചു. പുതിയ ആഭ്യന്തരമന്ത്രിയായി ഷെയ്ഖ് ഖാലിദ് അൽ ജറാഹ് അധികാരമേറ്റ ശേഷം നടക്കുന്ന 2ാമത്തെ വ്യാപക റെയ്ഡാണ് ബുധനാഴ്ച നടന്നത്. അനധികൃത താമസക്കാരെ പിടികൂടുന്നതിനായി തെരച്ചിൽ ഊർജിതമാക്കുമെന്നാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. മതിയായ തിരിച്ചറിയൽ രേഖകൾ കൈവശം വെക്കാതെ പുറത്തിറങ്ങരുതെന്ന് അധികൃതർ ഓർമ്മിപ്പിച്ചു. മീഡിയ 1, കുവൈറ്റ് സിറ്റി. സൗദി ഈജിപ്ത് സമുദ്രാതിർത്തി കരാറിന് ഈജിപ്ത് മന്ത്രിസഭയുടെ അംഗീകാരം. തൈറാൻ സനാഫിർ ദ്വീപുകൾ ഇനി സൗദിക്ക് സ്വന്തം. ജനുവരി 16-ന് കരാർ ഈജിപ്ത് പാർലമെന്റിൽ അവതരിപ്പിക്കും. സൗദി അറേബ്യയും ഈജിപ്തും തമ്മിൽ ഏപ്രിൽ മാസത്തിൽ ഒപ്പുവച്ച സമുദ്രാതിർത്തി കരാറിനാണ് ഈജിപ്ത് മന്ത്രിസഭ വ്യാഴാഴ്ച അംഗീകാരം നൽകിയത്. കരാർ അനുസരിച്ച് ചെങ്കടലിലുള്ള തൈറാൻ സനാഫിർ ദ്വീപുകൾ ഇനി സൗദിക്ക് അവകാശപ്പെട്ടതായിരിക്കും. ജനുവരി 16-ന് ചേരുന്ന ഈജിപ്ഷ്യൻ പാർലമെന്റിൽ കരാറിന്മേലുള്ള ചർച്ചയും ഭരണഘടനാപരമായ നിയമാനുമതി തേടലും നടക്കുമെന്ന് അറബ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സൽമാൻ രാജാവിന്റെ ഈജിപ്ത് സന്ദർശനത്തിനിടെ 2016 ഏപ്രിൽ 18-നാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പുതിയ സമുദ്രാതിർത്തി കരാർ കെയ്റോയിൽ ഒപ്പുവച്ചത്. ഈ ദ്വീപുകളെ ബന്ധിപ്പിച്ച് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ കടൽപ്പാലം നിർമ്മിക്കാനും സൗദിയും ഈജിപ്തും ധാരണയിലെത്തിയിരുന്നു. അറബ് ഉപദ്വീപിനെ ആഫ്രിക്കൻ വൻകരയുമായി ബന്ധിപ്പിക്കുന്ന കടൽപ്പാലം പദ്ധതി ഈജിപ്തിൽ നിന്ന് ആരംഭിക്കുമെന്നും പദ്ധതി സൗദിയുടെ ചെലവിൽ പൂർത്തിയാക്കുമെന്നും ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായിട്ടുണ്ട്. സീന കടലോരത്തു നിന്ന് 6 കിലോമീറ്റർ അകലത്തിൽ 80 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുള്ള തൈറാനും 33 കിലോമീറ്റർ ചുറ്റളവുള്ള സനാഫിറും ചെങ്കടലിലെ തന്ത്രപ്രധാന ദ്വീപുകളായാണ് കണക്കാക്കപ്പെടുന്നത്. 1967-ലെ അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ ഇസ്രായേൽ കപ്പലുകളെ തടയാൻ ഈജിപ്ത് സേന തൈറാൻ കടലിടുക്ക് അടച്ചിട്ടിരുന്നു. കടൽപ്പാലം പദ്ധതി യാഥാർത്ഥ്യമായാൽ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർക്കും സന്ദർശകർക്കും സൗദിയിലേക്കും ഇതര ഗൾഫ് രാജ്യങ്ങളിലേക്കുമുള്ള യാത്ര സുഖകരവും ചെലവ് കുറഞ്ഞതുമായി തീരും. മീഡിയ 1, റിയാദ്. ഹജ്ജ് സേവനങ്ങൾ ചർച്ച ചെയ്യാൻ 80 രാഷ്ട്രപ്രതിനിധികളുടെ യോഗം അടുത്ത ദിവസം സൗദിയിൽ ചേരും. ഇറാൻ തീർത്ഥാടക സംഘം ഈ വർഷവും വിട്ടുനിന്നേക്കും. എന്നാൽ ആർക്കും വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ലെന്ന് സൗദി ഗ്രാൻഡ് മുഫ്തി അറിയിച്ചു.
ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടകർക്ക് നൽകുന്ന സേവനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ 80 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുടെ യോഗമാണ് അടുത്ത ദിവസം നടക്കുന്നത്. ഇറാൻ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളെയും യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. തീർത്ഥാടകർക്ക് നൽകുന്ന എല്ലാ സേവനങ്ങളെക്കുറിച്ചും യോഗം ചർച്ച ചെയ്യും. ഗതാഗത സൗകര്യം നൽകുന്ന കമ്പനികൾ, മക്ക, മദീന നഗരങ്ങളിലെ താമസ സൗകര്യം നൽകുന്ന ഏജൻസികൾ എന്നിവയുടെ പ്രതിനിധികളും യോഗത്തിൽ സംബന്ധിക്കുമെന്ന് ഹജ്ജ് മന്ത്രി പറഞ്ഞു. അതേസമയം ഇറാൻ തീർത്ഥാടകർക്ക് സൗദി വിലക്കേർപ്പെടുത്തുന്നു എന്ന പ്രചാരണം സൗദി വൃത്തങ്ങൾ നിഷേധിച്ചു. നിയമാനുസൃതമായി ഹജ്ജിനെത്തുന്ന ആർക്കും സൗദി വിലക്കേർപ്പെടുത്തുകയില്ലെന്ന് ഗ്രാൻഡ് മുഫ്തി ഷെയ്ഖ് അബ്ദുൽ അസീസ് അൽ ഷെയ്ഖ് തന്റെ പ്രസ്താവനയിൽ വ്യക്തമാക്കി. എന്നാൽ ഹജ്ജിലെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് സൗദിയുടെ ബാധ്യതയാണെന്നും സുരക്ഷയ്ക്ക് വീഴ്ചയുണ്ടാക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും മുഫ്തി കൂട്ടിച്ചേർത്തു. സൗദി മുന്നോട്ടുവച്ച നിബന്ധനകൾ പാലിക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് ഇറാൻ തീർത്ഥാടകർ കഴിഞ്ഞ വർഷം ഹജ്ജിൽ നിന്ന് വിട്ടുനിന്നത്. മീഡിയ 1 റിയാദ്. കുവൈത്തിൽ വർക്ക് പെർമിറ്റ് മാറ്റവുമായി ബന്ധപ്പെട്ട് തൊഴിലാളികൾക്കുള്ള പരാതികൾ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും സ്വീകരിക്കുമെന്ന് മാൻപവർ റിക്രൂട്ട്മെന്റ് അതോറിറ്റി അറിയിച്ചു. നേരത്തെ ശനിയാഴ്ചകളിൽ ഹവലിയിലെ തൊഴിൽ വകുപ്പ് ഓഫീസിൽ മാത്രമായിരുന്നു ഇത്തരം പരാതികൾ സ്വീകരിച്ചിരുന്നത്. പുതിയ ഉത്തരവ് പ്രകാരം കമ്പനി സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തെ തൊഴിൽ വകുപ്പ് ഓഫീസിൽ പ്രവൃത്തി ദിവസങ്ങളിലെല്ലാം പരാതി സ്വീകരിക്കും. നിലവിലെ സ്പോൺസറുടെ കീഴിൽ 6 മാസമെങ്കിലും ജോലി ചെയ്തവരുടെ പരാതികൾ മാത്രമാണ് പരിഗണിക്കുക. പരാതി സംബന്ധിച്ച തുടർ നടപടികളെക്കുറിച്ച് അപേക്ഷകന് ഓൺലൈൻ വഴി അറിയാൻ കഴിയുമെന്നും മാൻപവർ അതോറിറ്റി അറിയിച്ചു. യുഎഇയിൽ മൊബൈൽ ഉപഭോക്താക്കളുടെ എണ്ണം വർദ്ധിക്കുന്നതിനിടയിലും ഫോൺ വിളി വഴിയുള്ള വരുമാനത്തിൽ കുറവ്. ഇത്തിസലാത്ത് ഡു കമ്പനികളുടെ മൊബൈൽ വരുമാനം 2015-ൽ 9% കുറഞ്ഞതായാണ് ടെലികമ്മ്യൂണിക്കേഷൻസ് റെഗുലേറ്ററി അതോറിറ്റി വാർഷിക റിപ്പോർട്ട്. 2005 ശേഷം ആദ്യമായാണ് മൊബൈൽ ഫോൺ വഴിയുള്ള വരുമാനത്തിൽ കുറവ് വരുന്നത്. 2014-ൽ ഇരു കമ്പനികൾക്കും കൂടി മൊബൈൽ മുഖേന മാത്രം ലഭിച്ചത് 2553 കോടി ദിർഹമായിരുന്നുവെങ്കിൽ അടുത്ത വർഷം ഇത് 2334 കോടിയായി കുറഞ്ഞു. എന്നാൽ മൊബൈൽ വരിക്കാരുടെ എണ്ണം 6.7% ഉയർന്നു. 2014-ൽ 1.68 കോടി വരിക്കാരാണ് ഉണ്ടായിരുന്നത്. 2015-ൽ ഇത് 1.79 കോടിയായി. ഇതിൽ 28 ലക്ഷം പേരാണ് പോസ്റ്റ്പെയ്ഡ് വരിക്കാർ. മൊബൈൽ മുഖേനയുള്ള വിളിയിൽ 10% വർധനയുണ്ട്. എന്നാൽ SMS ഉപയോഗത്തിൽ കുറവ് വന്നു. അതിലേറെ MMSഉം കുറഞ്ഞു. 2014-ൽ 20 ലക്ഷം SMSകളാണ് കൈമാറപ്പെട്ടതെങ്കിൽ അടുത്ത വർഷം ഇത് 15 ലക്ഷമായി. MMS 2 കോടിയിൽ നിന്ന് 60 ലക്ഷമായി കുറഞ്ഞു. വാട്സപ്പും ഫേസ്ബുക്കും ഉൾപ്പെടെയുള്ള സാമൂഹ്യ മാധ്യമങ്ങൾ വ്യാപകമായതാണ് ഇതിനു കാരണം. ഇന്റർനെറ്റ് മുഖേനയുള്ള വരുമാനത്തിൽ ഗണ്യമായ വർധനവാണ് ഉണ്ടായത്. 2014-ൽ 461 കോടി ലഭിച്ച സ്ഥാനത്ത് അടുത്ത വർഷം 598 കോടിയായി ഉയർന്നു. 100 കോടി ബ്രോഡ്ബാൻഡ് വരിക്കാരും 1.6 ലക്ഷം വ്യാവസായിക വരിക്കാരുമാണ് ഈ കാലയളവിലുള്ളത്. മീഡിയ 1 ദുബായ്. പഴയ തൊഴിൽ നിയമം 10 ദിവസം കൂടി തുടരുമെന്ന രീതിയിൽ പ്രചരിക്കുന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് ഖത്തർ തൊഴിൽ മന്ത്രാലയം. മന്ത്രാലയത്തിന്റെ ട്വിറ്റർ പേജിലാണ് ഇത് സംബന്ധമായ വിശദീകരണം നൽകിയത്. പുതിയ നിയമം ഈ മാസം 14 മുതൽ നിലവിൽ വന്നു കഴിഞ്ഞു. സ്പോൺസർഷിപ്പ് മാറ്റവുമായി ബന്ധപ്പെട്ടാണ് സാമൂഹിക മാധ്യമങ്ങളിൽ തെറ്റായ പ്രചരണം നടക്കുന്നത്. പുതിയ നിയമം അനുസരിച്ച് കഴിഞ്ഞ ദിവസം നിരവധി അപേക്ഷകൾ ലഭിച്ചതായി മന്ത്രാലയം അറിയിച്ചു. മന്ത്രാലയത്തിൽ നേരിട്ടും ഓൺലൈൻ വഴിയും അപേക്ഷകൾ സ്വീകരിക്കുന്നതായും മന്ത്രാലയം അറിയിച്ചു. കേരളത്തിൽ പ്രതിപക്ഷമെന്ന നിലയിൽ UDFന് പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് മണ്ണാർക്കാട് MLA N ഷംസുദ്ദീൻ. കോൺഗ്രസിലെ വാക്പോര് ഒഴിവാക്കേണ്ടതായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന LDF ഗവൺമെന്റിന്റെ വീഴ്ചകൾ തുറന്നു കാണിക്കുന്നതിൽ പ്രതിപക്ഷത്തിന് വേണ്ടത്ര വിജയിക്കാനായില്ലെന്ന് N ഷംസുദ്ദീൻ MLA പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ നോട്ടു നിരോധനം മൂലം ജനം ദുരിതത്തിലായ സാഹചര്യത്തിൽ കേരളത്തിലെ ഇടതു സർക്കാരിനെതിരെ ആഞ്ഞടിക്കുന്നിടത്ത് തങ്ങൾക്ക് പോരായ്മ ഉണ്ടായതാണെന്ന് അദ്ദേഹം വിലയിരുത്തി. വേണ്ടത്ര നല്ല രൂക്ഷമായ പ്രതികരണങ്ങളും പ്രക്ഷോഭങ്ങളൊന്നും സംസ്ഥാന ഗവൺമെന്റിനെതിരെ ഈ സമയത്ത് വന്നില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതിനുള്ള കാരണം ഇതാണ്. ഇങ്ങനെ എല്ലാവരും ഇതിന്റെ ഒരു കെടുതിയിലാണ്. നോട്ട് പിൻവലിക്കലിന്റെ അതുണ്ടാക്കിയ വിവിധ തരത്തിലുള്ള ആഘാതങ്ങൾ. സംസ്ഥാനത്ത് റേഷനരി പോലും മുടങ്ങിയ സമയത്ത് പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിലെ നേതാക്കൾ തമ്മിൽ വിഴുപ്പലക്കുന്നത് സങ്കടകരമാണെന്നും അദ്ദേഹം പറഞ്ഞു. BJPക്കെതിരിൽ പ്രതികരിക്കുന്നിടത്ത് മുസ്ലിം ലീഗിന് ചില പരിമിതികളുണ്ടെന്നത് വാസ്തവമാണെന്നും ഷംസുദ്ദീൻ പറഞ്ഞു. ഖത്തർ KMCC താനൂർ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സിൽവർ ജൂബിലി സമ്മേളനത്തിൽ പങ്കെടുക്കാനായാണ് മണ്ണാർക്കാട് MLA N ഷംസുദ്ദീൻ ദോഹയിലെത്തിയത്. മീഡിയ 1 ദോഹ. ഖത്തറിൽ നടന്നു വരാറുള്ള മർമി അന്താരാഷ്ട്ര ഫാൽക്കൺ ഫെസ്റ്റിവൽ ഞായറാഴ്ച ആരംഭിക്കും. 1400-ലധികം ഫാൽക്കണുകളാണ് ഇത്തവണത്തെ മേളയിൽ പങ്കെടുക്കുന്നത്. മിസൈദ് സീ ലൈനിലെ സബ്കത്ത് മർമിയിലാണ് 1 മാസം നീണ്ടു നിൽക്കുന്ന മേള നടക്കുന്നത്. പ്രാപ്പിഡിയൻ പക്ഷികൾക്കായുള്ള ഗൾഫ് മേഖലയിലെ ഏറ്റവും വലിയ മേളകളിൽ ഒന്നാണ് ഖത്തർ അന്താരാഷ്ട്ര മർമി ഫാൽക്കൺ ആൻഡ് ഹണ്ടിംഗ് ഫെസ്റ്റിവൽ. വിവിധ GCC രാജ്യങ്ങളിൽ നിന്നടക്കം 1421 പേർ
ഖത്താറയിലെ അൽഗന സൊസൈറ്റിയുടെ ആസ്ഥാനത്തെത്തി ഇതിനകം പേര് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. ഷെയ്ഖ് ജൊആൻ ബിൻ ഹമദ് അൽത്താനിയുടെ രക്ഷാകർതൃത്വത്തിൽ നടക്കുന്ന മർമി ഫെസ്റ്റിവൽ തുടർച്ചയായ 8ാം വർഷമാണ് ഖത്തറിൽ നടക്കുന്നത്. 2010 അദ്ദേഹം തന്നെയാണ് ഈ പാരമ്പര്യ വേട്ടയുത്സവത്തിന് തുടക്കം കുറിച്ചതും. ഹദ്ദാദ് മത്സരത്തിൽ പങ്കെടുക്കുന്നതിനായി 850 പേരാണ് രജിസ്റ്റർ ചെയ്തത്. ഫാൽക്കണുകളുടെ സൗന്ദര്യ മത്സരമായ അൽമസൈൻ മത്സരത്തിലേക്കുള്ള രജിസ്ട്രേഷൻ തുടരുകയാണ്. രാജാളിപ്പക്ഷി എന്നറിയപ്പെടുന്ന ഷഹീൻ ഫാൽക്കണുകളെയും ഇത്തവണ സൗന്ദര്യ മത്സരത്തിന്റെ ഭാഗമാക്കിയതായി സംഘാടകർ പറഞ്ഞു. ഫാൽക്കണുകൾക്ക് പുറമെ സുലൂക്കി വേട്ടപ്പട്ടികളെ ഉപയോഗിച്ചുള്ള വേട്ടയാടലിലും മത്സരങ്ങളുണ്ടാവും. വൻതുകയുടെ സമ്മാനം പ്രഖ്യാപിച്ച മേളയിൽ അറബ് മേഖലയിൽ നിന്നെത്തുന്ന വേട്ടപ്രിയർക്ക് പുറമെ ആയിരങ്ങൾ സന്ദർശകരായും സബക്കത്ത് മർമിയിലെത്തുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ. ഖത്താറയിൽ നടക്കുന്ന പ്രാപ്പിഡിയൻ സൗന്ദര്യ മത്സരത്തോടെ മർമി ഫാൽക്കൺ ആൻഡ് ഹണ്ടിംഗ് ഫെസ്റ്റിവലിന് കൊടിയിറങ്ങും. മുജീബ് റഹ്മാൻ, മീഡിയ 1, ദോഹ. ഇൻസൈറ്റ് 2017 എന്ന പേരിൽ ഗേൾസ് ഇസ്ലാമിക് അസോസിയേഷൻ ഖത്തർ ഘടകം പെൺകുട്ടികൾക്കായി ദോഹയിൽ ഏകദിന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ജനുവരി 6 രാവിലെ 8 മുതൽ വൈകിട്ട് 7 വരെ ശാന്തിനികേതൻ ഇന്ത്യൻ സ്കൂളിലായിരിക്കും ക്യാമ്പ് നടക്കുക. വിജ്ഞാന വിനോദ പരിപാടികൾ ഒത്തിണക്കിക്കൊണ്ടുള്ള ക്യാമ്പിലേക്ക് രജിസ്ട്രേഷൻ ആരംഭിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും 44121540 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇതോടെ മിഡ് ഈസ്റ്റ് അവർ അവസാനിക്കുകയാണ്. ഇനി സ്പെഷ്യൽ എഡിഷന്റെ പുനഃസംപ്രേഷണം കാണാം.